നമസ്കാരം മക്കളെ, ഇത് ബീട്രൂട്ട് പച്ചടി. ഇതൊരു വ്യത്യസ്തമായ രീതിയിലൊരു പച്ചടിയാണ്. ഇതൊരു ഷെഫിൽ നിന്നാണ് എനിക്ക് റെസിപ്പി കിട്ടിയത്. അപ്പോൾ ഈ റെസിപ്പി കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചടാ, ഇങ്ങനെയും പച്ചടി വെക്കുമോ, പച്ചടിക്കകത്ത് ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ചേർക്കുമോ. അപ്പോൾ എനിക്ക് ആദ്യമായിട്ടുള്ളൊരു അറിവാണല്ലോ എന്നോർത്ത് ഞാൻ പലതവണ ഇതേ രീതിയിൽ പച്ചടി വെച്ചു. അപ്പോൾ ഈ ബീട്രൂട്ട് കൊണ്ട് പച്ചടി വെക്കുമ്പോഴൊക്കെ ഇതേ രീതിയിലാണ് ഞാനിപ്പോൾ പച്ചടി വെക്കാറ്. അപ്പോൾ ഇത് നിങ്ങളെ കൂടെ ഷെയർ ചെയ്യാമെന്ന് വെച്ച്. നമ്മുടെ ഈ ബീട്രൂട്ട് അരയ്ക്കത്തുമില്ല, ഇത് അരയ്ക്കുകയോ ഒന്നും വേണ്ട. ബീട്രൂട്ട് അരയ്ക്കാതെ തന്നെയാണ് നമ്മളിത് കറി തയ്യാറാക്കുന്നത്. വേവിക്കാതിരിക്കില്ല, പക്ഷേങ്കിൽ ഇതൊരു വ്യത്യസ്തമാണ്. ഇതിൻ്റെ ചേരുവകൾ, അതുപോലെ തന്നെ രുചി കൂട്ടാനും ഇതുപോലെ തിക്കായിട്ടിരിക്കാനും ഒരു പ്രത്യേക ചേരുവകളൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് വീഡിയോ കണ്ടെങ്കിലേ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ നല്ല ചുമന്ന ബീട്രൂട്ട് വേണം എടുക്കുക. ഈ ബീട്രൂട്ടിനകത്തൊരു വെള്ള വര പോലുണ്ട്, അത് കൊള്ളില്ല കേട്ടോ. അപ്പോൾ ഇതേ രീതിയിലുള്ള നല്ല ചുമന്ന ബീട്രൂട്ടാണ് എടുക്കേണ്ടത്. ചെറുതായതുകൊണ്ട് ഞാൻ 3 എടുത്തിട്ടുണ്ട്. 2 സവാളയും എടുത്തിട്ടുണ്ട്. അതാണ് ഈ കറിയുടെ പ്രത്യേകത. ഈ സവാള ചേർക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം ഇത് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മൾ ഈ ബീട്രൂട്ട് നമ്മൾ മിക്സിക്കകത്തിട്ട് അരയ്ക്കത്തില്ലാണ്ട് ഇതേ രീതിയിൽ ചോപ്പ് ചെയ്ത് നമ്മുടെ ആ ചെറിയ ബ്ലേഡ് ഉണ്ടല്ലോ, ആ ബ്ലേഡിലിട്ട് നമ്മളിങ്ങനെ ചോപ്പ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അതാകും ഇങ്ങനെ പൊടി പൊടിയായിട്ട് നീളത്തിൽ ഇങ്ങനെ കിടക്കും. അത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ മൊത്തം ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സവാള ഇതേ രീതിയിൽ കട്ട് ചെയ്ത് നീളത്തിലും വെക്കും. ഞാൻ അതിശയിച്ചടാ, സവാളയൊക്കെ ചേർക്കുമോ നമ്മുടെ പച്ചടിക്കകത്ത് എന്ന് ഞാൻ ആലോചിച്ച്. പിന്നെ ഇതിലേക്ക് പ്രത്യേക ഒരു സീക്രട്ട് ചേരുവയാണ് ഇഞ്ചി. അപ്പം ഞാൻ ഇഞ്ചി ചേർക്കുമോ, അതൊക്കെ എനിക്ക് ഭയങ്കര അതിശയമായിപ്പോയി. പക്ഷെ ചെയ്ത് കൂട്ടി നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലായത്. പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക് 5-6 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇതിനായിട്ടാണ് ഉള്ളി എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു വലിയ തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം തേങ്ങ കേട്ടോ, നമ്മുടെ ആവശ്യത്തിന് ചേർക്കാം. 1/4 ടീസ്പൂൺ ജീരകം, 3-4 ചെറിയ ഉള്ളി, 1 കഷ്ണം ഇഞ്ചി, പിന്നെ 1 പച്ചമുളക്. ഇത് ഇത്രയും കൊണ്ട് നമ്മൾ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കിതിനായിട്ട് അരച്ചെടുക്കണം. പിന്നെ ഇതിൽ ചേർക്കാനായിട്ട് നമ്മൾ 200 ഗ്രാം കണക്കാക്കി തൈര് എടുക്കുന്നുണ്ട്. ഇത് നല്ല കട്ട തൈരാണ്. അപ്പോൾ ഇത് പുളി കുറവുള്ളതാണ്. പിന്നെ നമ്മൾ ചട്ടി അടുപ്പിൽ വെച്ച് നമുക്ക് കറി തയ്യാറാക്കാനുണ്ട്. ആദ്യം നമ്മൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിലേക്ക് കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ സവാള ഇട്ട് കൊടുത്തൊന്ന് വഴറ്റാണ്. നമ്മൾ ഈ എണ്ണ ഒഴിക്കുമ്പോൾ ചട്ടി ചൂടാകുന്നതിന് മുമ്പേ എണ്ണ ഒഴിക്കണം. അപ്പോൾ ചട്ടി ചൂടാകുന്നതനുസരിച്ച് നമ്മുടെ എണ്ണയും ചൂടാകും. അപ്പോൾ നമ്മുടെ ചട്ടിയുടെ ചെവിട് പൊട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് സവാള ഇട്ടൊന്ന് വഴറ്റി അതൊന്ന് മൂപ്പിച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സവാളയ്ക്കകത്ത് ഉള്ള വെള്ളം ഉണ്ടല്ലോ, അതൊന്ന് ഡ്രൈ ആക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ ബീട്രൂട്ട് കൊടുക്കുന്നുണ്ട്. ബീട്രൂട്ട് ഇട്ട് നമ്മളത് വഴറ്റി ഇതിനെ വെള്ളം തോർത്തി കളയരുത് കേട്ടോ. ഈ സവാളയ്ക്കകത്തുള്ള എണ്ണ ഇതിനകത്തൊന്ന് പിടിക്കാൻ വേണ്ടി മാത്രം നമ്മളിതൊന്ന് സവാളയായിട്ടൊന്ന് കൂട്ടി ഇളക്കത്തേ ഉള്ളൂ. അപ്പം നമ്മുടെ ബീട്രൂട്ടിനകത്ത് ഓൾറെഡി വെള്ളമയം ഉള്ളതാണല്ലോ. അപ്പോൾ ആ വെള്ളമയം കൊണ്ടാണ് നമ്മളിത് വേവുന്നത്. ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതാണ് നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മളിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളകും നമ്മൾ ചേർത്ത് കൊടുക്കും. പച്ചമുളകും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ നമ്മൾ ചേർത്ത്, പച്ചമുളകും ചേർത്ത് ആ എണ്ണയ്ക്കകത്തൊന്ന് കൂട്ടി യോജിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഇളക്കുന്നത്. അല്ല ചിക്കില്ല കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ തട്ടിപ്പൊത്തി വെച്ച് ഒരു മിനിറ്റോ 1.5 മിനിറ്റോ നമ്മളൊന്ന് ആവിയിൽ വേവിക്കണം. ആവിക്കകത്തും ഈ എണ്ണയ്ക്കകത്തും പിന്നെ ബീട്രൂട്ടിനകത്തൊരു വെള്ളമയം ഉണ്ടല്ലോ, അതൊക്കെ കൂടെ ചേർന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്ക് കറി കൂട്ടിയാൽ ഭയങ്കര അതിശയമായിരുന്നു. സവാളയൊക്കെ ഈ പച്ചടിക്ക് ചേർക്കുമോ എന്നുള്ളത്. അപ്പം നമ്മളിതെല്ലാം കൂട്ടി യോജിപ്പിച്ച് അടച്ച് വെച്ചൊന്ന് വേവിക്കും. ഇടയ്ക്കൊന്ന് ഇളക്കി തുറന്ന് നോക്കണം ഇത് അടുക്കി പിടിക്കുന്നു കേട്ടോ. ഈ സമയത്ത് നമുക്കടെ അരപ്പ് അരച്ചുകൊണ്ട് വരാം. നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചുകൊണ്ട് വരാം. വെള്ളം ഒഴിച്ചരയ്ക്കണം. നമ്മൾ തൈര് ചേർക്കില്ല കേട്ടോ അരയ്ക്കുന്നതിനകത്ത്. അപ്പോൾ നമ്മുടെ കണ്ടില്ലേ, ആവിയിൽ വെന്തു, എൻ്റെ അടിക്കൊന്നും പിടിച്ചിട്ടില്ല. പിന്നെ സവാളയും നമ്മുടെ ബീട്രൂട്ടും എല്ലാം വെന്തു. കണ്ടില്ലേ, ഏതാണ്ട് സവാള നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അരപ്പിനകത്ത് നമ്മൾ തൈര് ചേർത്ത് അരയ്ക്കില്ല കേട്ടോ, അതങ്ങ് ലൂസായി പോകും. വീണ്ടും നമ്മളൊന്ന് അടച്ചു വെച്ച് തുറന്ന് നോക്കി നമ്മൾ
പിന്നെ ഇതിനകത്തേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കും. അപ്പം നമ്മളിതിനകത്ത് തുള്ളി പോലും വെള്ളം ഒഴിക്കാതാണ് നമ്മൾ ബീട്രൂട്ട് വേവിച്ചെടുത്തത്. അപ്പോൾ നമ്മുടെ അരപ്പ് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമ്മുടെ ബീട്രൂട്ടും അരപ്പും സവാള എല്ലാം കൂടെ കൂട്ടി യോജിക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് കൂട്ടി ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഇത് വീണ്ടും ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഇത് കൂട്ടി യോജിക്കണമല്ലോ, അരപ്പും നമ്മുടെ ബീട്രൂട്ടും സവാള എല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിക്കാനായിട്ട് നമ്മളൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ കടുക് നമ്മൾ അരയ്ക്കുന്നതിനകത്തിട്ട് അരയ്ക്കത്തില്ല കേട്ടോ. അരച്ചാൽ അതിന് ടേസ്റ്റ് വ്യത്യാസമാണ്. നമ്മളിങ്ങനെ ചതച്ചാണ് ചേർക്കുന്നത് കേട്ടോ. ഇടികല്ലിലിട്ട് ചതച്ച് 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൈരും നമ്മൾ അരപ്പിനകത്തിട്ട് അരയ്ക്കത്തില്ല, അന്നേരം അതങ്ങ് വെള്ളമായി പോവും. അപ്പോൾ പച്ചടി എന്ന് പറയുമ്പോൾ ഒരു കൊഴുത്ത നമ്മുടെ ഇലയിൽ ഒഴിച്ചാൽ അത് അവിടെ കിടക്കണം, അതേ രീതിയിലാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അരപ്പെല്ലാം വെന്തു. നമ്മൾ തൈര് ഉടച്ച് മിക്സിക്കകത്തിട്ട് ഉടക്കില്ല, മിക്സിക്കകത്തിട്ട് ഉടച്ചാൽ ഇതങ്ങ് ലൂസായി പോവും. ഇങ്ങനെ സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചിട്ട് നമ്മൾ കൂട്ടി യോജിപ്പിച്ച് എടുക്കുകയാണ്. കണ്ടില്ലേ, കൂട്ടി യോജിപ്പിച്ച് കാണാനും തന്നെ ഒരു ഭംഗിയുണ്ട്. നമുക്ക് നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള നമ്മുടെ പച്ചടിയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര അതിശയമായിപ്പോൾ ഇങ്ങനെയും പച്ചടി ഉണ്ടാക്കും. അത്രയ്ക്ക് രുചിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. വേറെ സൈഡ് ഡിഷ് ഒന്നും ഇല്ലെങ്കിലും മാത്രം കൂട്ടി ചോറ് കഴിക്കാം. അപ്പം നമുക്കിനി ഇതിലേക്ക് താളിപ്പാണ് പ്രധാനം. അതിനായിട്ട് ചട്ടി അടുപ്പിൽ വെച്ചു. ഒരു 1.5 ടീസ്പൂൺ കണക്കാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു. 1/2 ടീസ്പൂൺ കടുക് ചേർത്തു. എന്നിട്ട് ഇത് കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ചെറിയ ഉള്ളി വട്ട വരിഞ്ഞ, അതാണ് ടേസ്റ്റ് കൂട്ടാനും ഒക്കെയുള്ള ഒരു ഇതാണ് നമ്മൾ ചെറിയ ഉള്ളി ചേർക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് മൂക്കുകയും വേണം. ചെറിയ ഉള്ളി ക്രിസ്പി ആയിട്ട് മൂത്തതിന് ശേഷം നമ്മളിതിലേക്ക് വറ്റൽമുളകും ചേർത്ത് കൂട്ടി ഇളക്കി കറിവേപ്പിലയും ആവശ്യത്തിന് ചേർത്ത് പിന്നെ ഇതിലേക്ക് നമ്മൾ വേറൊരു ഇതും കൂടെ ചേർക്കും. ടേസ്റ്റ് കൂട്ടാനായിട്ട് വേറെ ഒരു ചേരുവയും കൂടെ ചേർക്കും. അതായത് കായപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് എന്നിട്ട് നമ്മുടെ കറിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ ചീനിച്ചട്ടിക്കകത്തും കൂടെ ഒഴിച്ച് നമ്മൾ അങ്ങോട്ട് ഇടുന്നുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ കണ്ടില്ലേ മക്കളെ, എന്താ ടേസ്റ്റ് എന്ന് പറയുക. ഇതേ രീതിയിലുള്ളൊരു പച്ചടി ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയണേ. അല്ലെങ്കിൽ ഇതേ രീതിയിൽ ചെയ്ത് നോക്കാം മക്കളെ. ബീട്രൂട്ട് പച്ചടി, ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ വളരെയേറെ ആരോഗ്യ ഗുണങ്ങളുള്ള പച്ചടിയാണ്. ബീട്രൂട്ട് വളരെയേറെ ആരോഗ്യ ഗുണമുള്ളൊരു വെജിറ്റബിളാണ് കേട്ടോ. അപ്പം കണ്ടില്ലേ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്ന മക്കളെ, എല്ലാവരും ഇതേ രീതിയിൽ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്കിതിനി സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം മക്കളെ. സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഇത് കഴിക്കാം. അപ്പം കണ്ടില്ലേ, ഒരിക്കലെങ്കിലും ഇങ്ങനെയൊന്ന് വെച്ച് നോക്കട്ടെ കേട്ടോ. ഒരു തവണ വെച്ചാൽ മതി മക്കളെ, പിന്നെ ഇങ്ങനെ വെക്കൂ പച്ചടി. നമുക്ക് തൈരും ബീട്രൂട്ടും ഒക്കെ ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ നമ്മൾ പച്ചടി തയ്യാറാക്കും. മക്കളെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്ന മക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഹൈപ്പ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടെ ചെയ്യണം. ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുത്ത് ഇനേബിൾ ചെയ്തെങ്കിലേ അമ്മയിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ. അപ്പം അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പം ശരി മക്കളെ.